everyone. Welcome to my YouTube channel, Incredible English. അപ്പോൾ ഇന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് 3 വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത 3 ആൾക്കാരെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം മസ്റ്റ്, യൂസ്ഡ് ടു, കം എങ്ങനെ മാറും അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്റ് വെച്ചിട്ടുള്ള യൂസസ് ആണ്. He said, I must prepare well for the exam. He said, I must prepare well for the exam. ഈ സെന്റൻസ് നോക്കിക്കേ, മസ്റ്റ് പ്രിപ്പയർ എന്ന് പറയുന്നത് മസ്റ്റ് ഒരു ഒബ്ലിഗേഷൻ ആണ്. മസ്റ്റ് ഇവിടെ കാണിക്കുന്നത് ഒരു ഒബ്ലിഗേഷൻ ആണ്. അപ്പം ഇതുപോലെ ഒബ്ലിഗേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസസിൽ മസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒബ്ലിഗേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസസ് വരുവാണെങ്കിൽ മസ്റ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഹാഡ് ടു എന്നാണ്. മസ്റ്റിനെ ചേഞ്ച് ചെയ്യേണ്ടത് ഹാഡ് ടു. ഇങ്ങനെ എടുത്ത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒബ്ലിഗേഷൻ അല്ലാത്ത സെന്റൻസസും മസ്റ്റ് യൂസ് ചെയ്ത് വരും. അതിൽ മസ്റ്റ് എന്ന് തന്നെ യൂസ് ചെയ്താൽ മതി. ഒബ്ലിഗേഷൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു ഹാഡ് ടു. അപ്പൊ സെന്റൻസ് സിംപ്ലി വേറൊരു ചേഞ്ചും ഇല്ല. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ടു പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാം. എങ്ങനെയാണ് സ്യൂട്ടബിൾ പ്രൊനൗൺ സെലക്ട് ചെയ്യുന്നത്? സെന്റൻസിൽ ഐ ആയിരുന്നു, ഐയെ നമ്മൾ ഹി ആയിട്ടാണ് റീപ്ലേസ് ചെയ്തത്. അതെങ്ങനെയാണ് ചേഞ്ച് വന്നത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ റിപ്പീറ്റഡ് സ്പീച്ചിന്റെ ഫസ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So, another example. They said, we must give more importance to the downtrodden. They said, we must give more importance to the downtrodden. അവിടെ എന്താ മസ്റ്റ് ഒബ്ലിഗേഷൻ ആണ് കാണിക്കുന്നത്. ഇറ്റ്സ് അവർ ഡ്യൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് ടു ഗീവ്. മസ്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു വിത്ത് ഹാഡ് ടു. അത് മാത്രമാണ് അവിടുത്തെ ചേഞ്ച്. ഹാഡ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഡൗൺട്രോഡൻ. അപ്പം മസ്റ്റ് ഒബ്ലിഗേഷൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹാഡ് ടു എന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. അടുത്തയാള് യൂസ്ഡ് ടു ആണ്. അതായത് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് സെന്റൻസിൽ യൂസ്ഡ് ടു വന്നാൽ അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചേഞ്ച്? നോ ചേഞ്ച്. യൂസ്ഡ് ടു ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നോ ചേഞ്ച് ആണ്. ഷീ സെഡ് ഷീ യൂസ്ഡ് ടു പ്ലേ ടെന്നീസ് വിത്ത് ഹർ ഫ്രണ്ട്സ്. യൂസ്ഡ് ടു വന്നിട്ടുണ്ട്. ഇത് എവിടെ? ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴത്തേക്കും ഷീ സെഡ് ദാറ്റ് ഷീ യൂസ്ഡ് ടു. അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ യൂസ്ഡ് ടു ആണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ ജസ്റ്റ് കമ്പൈൻ ദ സെന്റൻസ് യൂസിങ് ദ കൺജങ്ഷൻ ദാറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കം ചേഞ്ച് ടു ഗോ. അതായത് കം എന്നുള്ള വേർഡാണ് ഡയറക്റ്റ് സ്പീച്ച് സെന്റൻസിൽ കിടക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ചേഞ്ച് ടു ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എഗെയിൻ നോട്ട് ഓൾ സിറ്റുവേഷൻസ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കം ഹിയർ, കമ്മിന് ശേഷം ഒരു നിയർനെസ് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കം എന്തായിട്ട് മാറും? ഗോ ആയിട്ട് മാറും. നോക്കൂ, കം ഹിയർ എന്നുള്ളത് ഒരു നിയർനെസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അപ്പം ഹിയറിനെ നമ്മൾ ദേർ ആക്കുന്ന പോലെ തന്നെ കമ്മിനെ ഗോ ആക്കി വേണം ചേഞ്ച് ചെയ്യാനായിട്ട്. അതല്ലാതെ വരുന്ന എക്സാമ്പിൾസും ഉണ്ട്. ഷീ സെഡ് കം ഹിയർ. ഷീ സെഡ് കം ഹിയർ. അതെങ്ങനെ മാറ്റും നമ്മൾ? അതൊരു ലൈക്ക് എ കമാൻഡ്. കമാൻഡ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. നമുക്കവിടെ ആസ്ഡിന് പകരം ഷീ കമാൻഡഡ് എന്നോ ഓർഡേർഡ് എന്നോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ സിംപ്ലി ആസ്ഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംപ്ലി പറഞ്ഞതും ആവാം. ഷീ ആസ്ഡ് മീ ടു കം ഹിയർ എന്നുള്ളത് മാറിയിരിക്കുന്നത് ഷീ ആസ്ഡ് മീ ടു ഗോ ദെയർ. ഇമ്പറേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട്, കമാൻഡ്സ് ആയതുകൊണ്ട് ഇൻഫിനിറ്റീവ് യൂസ് ചെയ്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. സോ നമ്മൾ ടു ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ വേറെ കൺജങ്ഷൻ ഒന്നും വേണ്ട. ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പറേറ്റീവ് സെന്റൻസസിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ തേർഡ് പാർട്ട്, ഐ തിങ്ക് ദിസ് ഇസ് ദ തേർഡ് പാർട്ട്, അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്? നമ്മൾ ഇൻഫിനിറ്റീവ് ടു യൂസ് ചെയ്ത് കം ഹിയറിനെ ഗോ ദെയറിനാക്കി. അടുത്ത അനദർ എക്സാമ്പിൾ. ഹി സെഡ് ടു മീ ആർ യു കമ്മിങ് വിത്ത് അസ്. അപ്പം അവൻ എന്നോട് ചോദിച്ചു ആണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ ആസ്ഡ് എന്നാക്കി. ഹി ആസ്ഡ് മീ ഇഫ് ഐ വാസ്. ഇഫ് യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ്? എഗെയിൻ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻട്രോഗേറ്റീവ് സെന്റൻസസിൽ ആർ എന്നുള്ള ഒരു ഓക്സിലറി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇഫ് യൂസ് ചെയ്തിരിക്കുന്നു. ഹി ആസ്ഡ് മീ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്, ഹി ആസ്ഡ് മീ ഇഫ് ഐ വാസ് ഗോയിങ് വിത്ത് ദം. കേട്ടോ, കമ്മിങ് എന്നുള്ളത് നമ്മൾ ഗോയിങ് എന്നാണ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അറ്റ് എ ഗ്ലാൻസ്. എന്തൊക്കെയാണ്? മസ്റ്റ് ഹാഡ് ടു എന്ന് ചേഞ്ച് ചെയ്യുന്നു. എപ്പോൾ? when it expresses obligation. യൂസ്ഡ് ടുവിന് ചേഞ്ച് ഒന്നുമില്ല. കം ഹിയർ, ഗോ ദെയർ എന്നായിട്ട് മാറുന്നു. ഹോപ്പ് ദിസ് ഇസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.